കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഞാനിന്ന് വന്നിരിക്കുന്നത് നാലമ്പലത്തിൽ, ഗുരുവായൂർ നാലമ്പലത്തിനുള്ളിൽ തൊഴേണ്ടതായ സ്ഥലങ്ങളെ പറ്റിയിട്ടാണ്. നമ്മളിത് മുൻപ് വീഡിയോ ചെയ്തിരുന്നു. അതുപോലെ ഉച്ചപൂജയിലൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ ഭക്തർക്ക് മുഴുവനായിട്ടും അത് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു ഒരു വീഡിയോ കൂടി ചെയ്യൂ. അപ്പോൾ ഞാൻ ആ പ്രകാരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നമ്മൾ കൊടിമരമൊക്കെ കഴിഞ്ഞ് ആ വാതിൽപ്പടി അങ്ങോട്ട് കഴിഞ്ഞാലാണ് നാലമ്പലം. അപ്പോൾ നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമുക്ക് തൊഴേണ്ടത് ഗുരുവായൂരപ്പനെ തന്നെയാണ്. ആ ശ്രീലകത്തുള്ള ഗുരുവായൂരപ്പൻ, ചതുർബാഹുവായ ആ നാരായണൻ മഹാപ്രഭു, ദേവകൾ പൂജിതമായ, അതായത് മഹാവിഷ്ണു, ബ്രഹ്മദേവൻ, ശ്രീകൃഷ്ണൻ, വസുദേവർ ഒക്കെ പൂജിച്ചിരുന്ന ആ ഗുരുവും വായുവും കൂടി ചേർന്ന് പ്രതിഷ്ഠിച്ച ഗുരുവായൂരപ്പൻ. അതിൻ്റെ കൂടെ അത് പാതാളാഞ്ജന ശിലയിലുള്ള വിഗ്രഹമാണ്. അതിൻ്റെ കൂടെ അതിന് ചെറുതായിട്ടുള്ള രണ്ട് വിഗ്രഹങ്ങൾ കൂടി അവിടെ ഉണ്ട്. ഒന്ന് നിത്യേന ശീവേലിക്കെടുക്കുന്ന ശീവേലി വിഗ്രഹം. അതുകൂടാതെ രണ്ടാമത്തൊന്ന് ഒരു വർഷത്തിൽ ആറാട്ട് ദിവസം മാത്രം പുറത്തേക്ക് എടുക്കുന്ന ആറാട്ട് വിഗ്രഹമാണ്. അങ്ങനെ 3 വിഗ്രഹങ്ങൾ ഭഗവാന്റെ ശ്രീലകത്തുണ്ട്. അതിനെ പറ്റിയിട്ടാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ വരുമ്പോൾ തന്നെ അതായത് വരുന്ന വാതിൽപ്പടി ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇടതേ സൈഡിലുള്ളത്, ഇടതേ സൈഡിലെന്ന് പറഞ്ഞാൽ ഒരു, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണും, പെട്ടെന്ന് കാണില്ലെങ്കിൽ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാവുന്ന തരത്തിലാണ് ഒരു ചില്ല് കൂട് ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു പീഠമുണ്ട്. ഒരു വിളക്കും, കിടാവിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ നാരായണീയം രചിച്ച മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് അദ്ദേഹം അവിടെ ഇരുന്നിട്ടാണ് ഭജന ചൊല്ലിയതിരുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ വാതരോഗം മാറാനായിട്ട് ഭാഗവതത്തെ ചുരുക്കി നാരായണീയമായിട്ട് രചിക്കാൻ ഇടയായതും നാരായണീയം രചിച്ചതും. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് മനസ്സിലിങ്ങനെ, മനസ്സിൽ നിന്ന് വരുന്ന ആ മന്ത്രങ്ങളിങ്ങനെ ഉരുവിടും. അപ്പോൾ ഇപ്പുറത്ത് വലത് വശത്ത് ആ ഒരു തൂണുണ്ട്. അതിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് അനിയൻ ഇത് പകർത്തി എഴുതിയിരുന്നത്. അപ്പോൾ അവർ രണ്ടാളും കൂടി ആയിരുന്നല്ലോ ആ ഗുരുവായൂർക്ക് വന്നത്. അപ്പോൾ അവർ പകർത്തി എഴുതും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു വർണ്ണന വന്നപ്പോൾ നരസിംഹാവതാരത്തിൻ്റെ വർണ്ണന പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ആ നരസിംഹാവതാരത്തിൻ്റെ ആ രൂപം ആ തൂണിൽ കാണിച്ചു കൊടുത്തു എന്നാണ്. എന്നിട്ട് ആ വർണ്ണന എഴുതി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ 2 കാര്യം അതിൻ്റെ ഒരു പ്രധാനമാണ്. പിന്നെ നേരെ വന്ന മണ്ഡപം കാണാം. മണ്ഡപം നമുക്ക് വരുമ്പോൾ തന്നെ കാണാനുള്ളതാണ്. അത് കൂടാതെ അഗ്നികോണിലുള്ള ചെറിയൊരു ബലിക്കല്ല്. പിന്നെ അവിടെ തന്നെ പ്രധാനമായിട്ടുള്ളതാണ് തിടപ്പള്ളി. ആ തിടപ്പള്ളിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം വലിയ ചെമ്പാണെങ്കിൽ കൂടി ഒരു സമയത്ത് ഒരാൾ മാത്രം ഉണ്ടായ സമയത്ത് ബാക്കി ഗുരുവായൂരപ്പൻ സഹായിച്ചു, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി സഹായിച്ചു ആ ചെമ്പ് ഇറക്കി വെക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ്. ഇന്നും അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ചരക്കാണ്, വലിയ ചരക്കിനെ ഒരാൾക്ക് പിടിച്ചാൽ പിടിയെത്താത്ത ചരക്ക് ഇറക്കി വെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ തിടപ്പള്ളിയുടെ ഒരു, അതായത് ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി അവിടെ ഉണ്ട് എന്നുള്ളതിൻ്റെ. അപ്പോൾ ഗുരുവായൂരപ്പനായിട്ട് വന്ന്, കണ്ണനായിട്ട് വന്ന് ഇറക്കി വെച്ചു എന്നാണ് പറയപ്പെടുന്നത്, പൂർവികരൊക്കെ പറഞ്ഞ് കേൾക്കുന്ന കഥ. അതുപോലെ തന്നെ അവിടെ ഗണപതി ഹോമം നടത്തുന്നതും അവിടെ തന്നെയാണ്, ഉഷപൂജയ്ക്ക്. അപ്പോൾ അത് കഴിഞ്ഞ അതിൻ്റെ അപ്പുറത്തും അതേപോലെ സരസ്വതി അറയ്ക്കും മധ്യയിൽ ഒരു നിലവറ ഉണ്ടെന്നാണ്. നിലവറ അടച്ചണു. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ സെമന്തകമണി ഇരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അത് കാരണമാണ് ഗുരുവായൂരപ്പൻ്റെ അവിടെ ഇത്രയും ഭക്തജനങ്ങൾ വരുന്നതും കാര്യസാധ്യം ഉണ്ടാവുന്നതും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ട അറിവുകൾ തന്നെയാണ്. പിന്നെ അവിടുന്ന് നമ്മൾ വരുമ്പോൾ ചുവരിൽ ഇപ്പോൾ പുതിയതായിട്ടൊരു വരച്ച, അതായത് ആലിലക്കണ്ണൻ്റെ ഇതുണ്ട്. അപ്പോൾ അത് കണ്ട് തൊഴാം. അതായത് തിടപ്പള്ളി കഴിഞ്ഞിട്ട് നേരെ തന്നെ നോക്കിയാൽ കാണാവുന്നതാണ്. ആദ്യത്തെ F1
ഭണ്ഡാരത്തിൻ്റെ പുറകിലായിട്ട്. അത് കഴിഞ്ഞാലാണ് സപ്തമാതാക്കൾ. ആ സപ്തമാതാക്കൾ എന്ന് പറഞ്ഞാൽ 9 ഇതുള്ള, അതായത് കല്ലുള്ള സ്ഥലം കാണാം. ഫസ്റ്റ് നമ്മൾ ചെല്ലുമ്പോൾ ആ നിലവറയ്ക്ക് കുറച്ച് ഇപ്പുറത്ത് സരസ്വതി അറയ്ക്കും, അതായത് ഗണേശൻ്റെ അവിടെയും തിടപ്പള്ളിക്കും മധ്യമായിട്ട് ശ്രീകോവിലിനും നടുക്കായിട്ടുള്ളതാണ് സപ്തമാതാക്കൾ. അവിടെ വന്നിട്ട് സപ്തമാതാക്കളെ പ്രാർത്ഥിക്കുക. പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത് ഗണേശനാണ്, വിഘ്നേശ്വരൻ. ആ വിഘ്നേശ്വരനെ കണ്ട അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് സരസ്വതി അറ. അപ്പോൾ ആ സരസ്വതി അറ കാണാം. പിന്നെ ധാരാളം ശില്പങ്ങൾ കാണാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ പറ്റുന്നത് ഏറ്റവും ആ കോർണറിലെത്തുമ്പോൾ ചെറിയൊരു ഗണേശ വിഗ്രഹമുണ്ട്. പിന്നെ ദശാവതാരത്തിലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ ആ മേൽശാന്തി ഇരിക്കുന്നതിൻ്റെ ഇപ്പുറത്തും, അപ്പുറത്ത് വാമനാവതാരം, അതേപോലെ ബാക്കിയുള്ള ചതുർബാഹുവായ വിഗ്രഹങ്ങളൊക്കെ കാണാം. പിന്നെ വരുന്നത് അനന്തപത്മനാഭനാണ്. അനന്തപത്മനാഭൻ്റെ ആ ഒരു ഇതിൻ്റെ കഥയൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു സ്ഥലം തന്നെ ആയിരുന്നു, ശില്പമായിരുന്നു. അത് മാറ്റിപ്പോയിട്ടാണ് മൂസതിൻ്റെ ഒരു പ്രശ്നമൊക്കെ പറഞ്ഞ് അതിന് ശേഷമാണ് ഇപ്പോൾ ഉള്ള ആ ഒരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഓരോന്ന് കാണാം. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുരുകനുണ്ട്, അതേമാതിരി ശക്തിവത്തായ ഹനുമാൻ സ്വാമിയുണ്ട്. ഹനുമാൻ സ്വാമിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെയും ഉണ്ട് കേട്ടോ, ധാരാളം ചെറിയ ചെറിയ വിഗ്രഹങ്ങളുണ്ട്. രാധാകൃഷ്ണൻ, അങ്ങനെ വെണ്ണക്കണ്ണൻ, കാളിയമർദ്ദനം, അതൊക്കെ ഉണ്ട്. അതിന് ശേഷം മുൻപ് ഓവിൻ്റെ അപ്പുറത്തായിരുന്നു. ഇപ്പോൾ ഓവിൻ്റെ പടിഞ്ഞാറ് വശത്തേക്ക് വന്നാൽ ആ ചുവരിലുള്ള കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലുള്ള താമരക്കണ്ണൻ കാണാം. അങ്ങനെ താമരയിലിരുന്ന് ഉള്ള ആ ഒരു കണ്ണൻ, അതും ഏറ്റവും പ്രാധാന്യം തന്നെയാണ്. കാരണം അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, താമരക്കണ്ണനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യസാധ്യം ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ പിന്നെ ഉള്ളത് നേരെ ആ ഗ്രില്ലിനപ്പുറത്ത് മണിക്കിണറാണ്. അതായത് ഭഗവാന് നേദ്യത്തിനും എല്ലാറ്റിനും അഭിഷേകത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന തീർത്ഥം, ആ ജലം ആ കിണറിലാണുള്ളത്. ആ തീർത്ഥജലം ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തുലാഭാരത്തിൻ്റെ തീർത്ഥം, തുലാഭാരമൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടാണ് ആ മണിക്കിണറിലെ ജലം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഭഗവാനെ കുളിപ്പിക്കുന്നതും എല്ലാ കാര്യത്തിനും ആ ഒരു തീർത്ഥം ആണ് നേദ്യം തയ്യാറാക്കുന്നതൊക്കെ. പിന്നെ ഉള്ളത് അവിടെ തന്നെ ഒരു നൃത്ത അറയുണ്ട്. അവിടെയും കെടാവിളക്ക് കാണാം. ആ നൃത്ത അറയ്ക്കും വളരെ പ്രാധാന്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ വില്യമംഗലമായിട്ട് ഇരുന്ന് കളിക്കുന്ന സമയത്തൊക്കെ നൃത്തം ചെയ്യുന്ന ആ രൂപത്തിൻ്റെ കാണിക്കുന്ന ആ ഒരു ദർശനം നൽകുന്ന സ്ഥലമാണ് നൃത്ത അറ. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട് ഒരു മുള അറ, മുളപ്പിക്കുന്ന, അതായത് ഉത്സവ സമയത്ത് ധാന്യങ്ങളൊക്കെ മുളപ്പിക്കുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ അവിടേക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അതിൻ്റെ അപ്പുറത്ത് കോയിമയുടെ റൂമാണ്. അപ്പോൾ ഇത് ശരിക്കും ഇവിടുന്ന് നമ്മൾ ദർശനത്തിന് പോകുന്ന ആ വഴിയിൽ നിന്ന് തന്നെ നോക്കിയാൽ ഈ നൃത്താറയൊക്കെ കാണാൻ കഴിയും. പിന്നീട് നമ്മൾ വരുന്നത് പുറത്തേക്ക് എത്തുന്നതിൻ്റെ മുന്നേ കുറൂരമ്മയും നാരദരും ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. ആ കോർണറിൽ എത്താറായുമ്പോൾ, അതായത് വടക്കേ നട കിടക്കുന്നതിൻ്റെ അടുത്ത്. അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ വേറെ ഉണ്ട്. നരസിംഹാവതാരത്തിൻ്റെ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരിക്കൽ കൂടി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും കാണാത്തവരൊക്കെ കാണുക, എല്ലാവരിലേക്കും എത്തിക്കുക. അത്രയും കാര്യങ്ങൾ നാലമ്പലത്തിനകത്തുണ്ട്. ഗുരുവായൂരപ്പനെ കാണാൻ വരുമ്പോൾ ഇതും കൂടി അറിഞ്ഞിരുന്നാൽ ഏറ്റവും നല്ലതാണ്. അതൊക്കെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി സംശയങ്ങളൊന്നും വേണ്ട, എല്ലാവരുടെയും സംശയ ദൂരീകരണങ്ങളായി. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ. ഹരേ കൃഷ്ണ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ.